രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനാകും. സോണിയാഗാന്ധിക്ക് ഉപദേശക പദവി നൽകും. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി AICC ഉടൻ പുനഃസംഘടിപ്പിക്കും. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി ഉടൻ ചേരും. വിവരങ്ങളുമായി ന്യൂസ് റൂമിൽ നിന്ന് കെ രാജേന്ദ്രൻ ചേരുന്നു, ഞങ്ങളുടെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ. രാജേന്ദ്രൻ, മറ്റു വിവരങ്ങൾ കൂടി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അധികം താമസിയാതെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേരും. ഔദ്യോഗികമായി രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് അധ്യക്ഷനായി പ്രഖ്യാപിക്കും. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനാവുമെന്ന് ഏറെക്കുറെ എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. എന്നാൽ അതിൻ്റെ സമയക്രമത്തിലാണ് ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി തന്നെ നേരത്തെ ആവശ്യപ്പെട്ടത് കാര്യങ്ങൾ കുറച്ചുകൂടി പഠിച്ച് മനസ്സിലാക്കാൻ തനിക്ക് കുറച്ച് സമയം അനുവദിക്കണമെന്നതായിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഇനി കൂടുതലൊന്നും തന്നെ കാത്തിരിക്കാനില്ല, ഇനി തീരുമാനം കൈക്കൊണ്ടേ തീരൂ എന്ന ഒരു തിരിച്ചറിവോടെയാണ് രാഹുൽ ഗാന്ധി ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു യുവ നേതൃനിര രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ ഒരു യുവ നേതൃനിര ഇതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളുണ്ടാവും. പ്രധാനപ്പെട്ട ഭാരവാഹികളിലെല്ലാം തന്നെ വലിയൊരു മാറ്റമുണ്ടാവും. മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും തന്നെ വിശ്രമിക്കാൻ അനുവദിക്കും. പുതിയ നേതാക്കൾ നേതൃത്വം ഏറ്റെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിനെ ശക്തമായി നേരിടുക, BJPയെ ശക്തമായി നേരിടുക. കോൺഗ്രസിൻ്റെ ആ ഒരു മുഖ്യ പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ ഇപ്പോൾ അപകടത്തിലാണ് എന്ന് തന്നെ പറയാം. കോൺഗ്രസ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും ഈ അധികാരത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ദീർഘകാലമായി അധികാരത്തിലുണ്ടായിരുന്ന ആസാമിൽ ഈ അധികാരം നഷ്ടപ്പെട്ട് കാലത്ത് തിരിച്ചടി നേരിട്ടിരിക്കുന്നു. കേരളത്തിൽ അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിരവധി ലോക്സഭാ സീറ്റുകളുള്ള, ദേശീയ രാഷ്ട്രീയത്തെ നിർണായകമായി സ്വാധീനിക്കാൻ ശേഷിയുള്ള സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കർണാടകത്തിൽ മാത്രമാണ് കോൺഗ്രസ് അധികാരത്തിലുള്ളത്. ഇത് കഴിഞ്ഞാൽ ഒരു 5-6 സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസിന് ഇപ്പോൾ ഈ ഭരണമുള്ളത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷ പാർട്ടി പോലുമല്ല. മാത്രമല്ല, ഇനി അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്ന പഞ്ചാബിൻ്റെ എല്ലാം തന്നെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായും NDAയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് മത്സരം എന്നൊരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. തലസ്ഥാന നഗരിയായ ദില്ലിയിൽ നിന്നും കോൺഗ്രസ് ഏറെക്കുറെ വാഷ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു ഘട്ടത്തിലാണ് വലിയൊരു വെല്ലുവിളി രാഹുൽ ഗാന്ധി ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കുന്നത്. കെ രാജേന്ദ്രൻ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും സച്ചിൻ തെണ്ടുൽക്കറും കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ ഫുട്ബോൾ വികസനത്തിന് പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കാനും 5 വർഷം കൊണ്ട് രാജ്യാന്തര നിലവാരമുള്ള 100 കളിക്കാരെ വാർത്തെടുക്കുന്നതിനും കേരളത്തിന് പ്രത്യേക ഫുട്ബോൾ അക്കാദമി തുടങ്ങാനും കേരള ബ്ലാസ്റ്റേഴ്സുമായി സർക്കാർ ധാരണയിലെത്തി. കൂടിക്കാഴ്ചയിൽ സച്ചിനൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഓഹരി ഉടമകളായ ചിരഞ്ജീവി, നാഗാർജുന എന്നിവർ പങ്കെടുത്തു. ജീവൻകുമാർ, ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്ന്. ജീവൻ, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി പദ്ധതികൾ തയ്യാറാക്കാനും ഔദ്യോഗിക ഓഹരി പങ്കാളികളെ പ്രഖ്യാപിക്കാനുമാണ് നിലവിൽ അദ്ദേഹം എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം EP ജയരാജൻ അടക്കമുള്ളവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. എന്തൊക്കെ തീരുമാനങ്ങളാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്? അരുൺ, ഫുട്ബോൾ വികസനത്തിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ ചർച്ചകളാണ് തങ്ങളുമായി നടന്ന ചർച്ചയിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ചു. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്കായിട്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർ, ഒപ്പം നാഗാർജുന അടക്കമുള്ളവർ, ചിരഞ്ജീവി, അരവിന്ദ് പ്രസാദ് അടക്കമുള്ളവർ എത്തിയിരുന്നത്. അതിൽ ISL ഫൈനൽ വരെ എത്തിയിരുന്ന ടീമായിരുന്നു കഴിഞ്ഞ തവണ കേരള ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞ തവണ ആന്ധ്ര ഗ്രൂപ്പ് പിൻവലിഞ്ഞതിനെ തുടർന്ന് സച്ചിൻ ഒറ്റയ്ക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചുമതല വഹിച്ചു പോന്നിരുന്നത്. അതിൽ പുതിയ ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനും അവരെ മുഖ്യമന്ത്രിക്ക് പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർ കേരളത്തിലെത്തിയിരുന്നത്. ഇതിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നൊരു പ്രധാനപ്പെട്ട തീരുമാനം, പിണറായിയുടെ എല്ലാവിധമായ പിന്തുണയും സഹായവും സച്ചിൻ അഭ്യർത്ഥിച്ചു. 5 വർഷത്തിനകം 100 ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സിനെ വാർത്തെടുക്കുമെന്ന് സച്ചിൻ വാഗ്ദാനം ചെയ്തു. ഒപ്പം ഒരു റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. 5 വർഷത്തെ കായികവുമായി ബന്ധപ്പെട്ട്, ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു. ഒപ്പം മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരായ പ്രചരണത്തിൽ സച്ചിനെ ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കാനും ഇന്ന് നടന്ന ചർച്ചയിൽ പൊതുവിൽ ധാരണയായിട്ടുണ്ട്. അരുൺ. ജീവൻകുമാർ, തിരുവനന്തപുരത്ത് നിന്ന്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ജനുവരി 1 ശേഷം മന്ത്രിസഭ എടുത്ത വിവാദ തീരുമാനങ്ങൾ പരിശോധിക്കുന്നതിനുള്ള LDF മന്ത്രിസഭ ഉപസമിതി ഇന്ന് യോഗം ചേരും. മന്ത്രി AK ബാലൻ കൺവീനറായുള്ള 6-അംഗ സമിതിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം യോഗം ചേരുന്നത്. മെത്രാൻ കായൽ ഉൾപ്പെടെയുള്ള ഭൂമി വിഷയങ്ങളിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭ വിവാദ തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇക്കാര്യങ്ങൾ സമിതി വിശദമായി പരിശോധിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. മന്ത്രിമാരായ തോമസ് ഐസക്, VS സുനിൽകുമാർ, മാത്യു T തോമസ്, AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരാണ് ഉപസമിതിയിലെ മറ്റ് അംഗങ്ങൾ.
മലാപ്പറമ്പ് സ്കൂൾ അടച്ചു പൂട്ടരുതെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ അപ്പീൽ ഉടൻ പരിഗണിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. കേസ് ജൂലൈയിൽ പരിഗണിക്കാമെന്ന സുപ്രീം കോടതി. സ്കൂൾ പൂട്ടാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെയായിരുന്നു സർക്കാർ കോടതിയെ സമീപിച്ചത്. JDU-ൽ കടുത്ത പ്രതിസന്ധി. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റിൽ നിന്ന് രാജിക്കത്ത് എഴുതി വാങ്ങി. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ചേർന്ന നേതൃയോഗത്തിൽ ശ്രേയാംസ് കുമാറും മനയത്ത് ചന്ദ്രനും KP മോഹനനും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. വീരേന്ദ്രകുമാറിന്റെ വീട്ടിലാണ് യോഗം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, മത്സരിച്ച 7 സീറ്റിലും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു യോഗം. അന്ന് KP മോഹനും മനയത്ത് ചന്ദ്രനുമായിരുന്നു UDF വിട്ടു പോകരുതെന്ന് കടുംപിടുത്തം നടത്തിയത്. ഇത് തോൽവിക്ക് കാരണമായി എന്ന വിലയിരുത്തലുണ്ടോ? മറ്റ് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് നിലവിൽ നടന്നത്? അരുൺ, ജനതാദൾ യു സംസ്ഥാന നേതൃയോഗം, അതായത് സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗം MP വീരേന്ദ്രകുമാറിന്റെ കോഴിക്കോട്ടെ വസതിയിൽ തുടരുകയാണ്. 11 മണിക്കാണ് യോഗം ആരംഭിച്ചത്. യോഗം ആരംഭിച്ച ഇത്ര സമയമായിട്ടും MP ശ്രേയാംസ് കുമാർ, KP മോഹനൻ, മനയത്ത് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഇവർ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ജനതാദൾ യു നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 7 മണ്ഡലങ്ങളിലും ജനതാദൾ യുവിന്റെ സ്ഥാനാർത്ഥികൾ ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. കൂത്തുപറമ്പിലും കൽപ്പറ്റയിലും സിറ്റിംഗ് മണ്ഡലങ്ങളിൽ KP മോഹനും, മുൻ മന്ത്രി KP മോഹനും MP ശ്രേയാംസ് കുമാറും പരാജയപ്പെട്ടതും പാർട്ടിക്ക് വലിയ ക്ഷീണമായി. സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മകൾ തോൽവിക്ക് കാരണമായി എന്നുള്ളൊരു അഭിപ്രായം പൊതുവിൽ ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതേസമയം തന്നെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി LDF-ലേക്ക് UDF വിട്ട് LDF-ലേക്ക് പോകാമെന്നുള്ള ഒരു പൊതുധാരണ ഉണ്ടായിരുന്നു. ഈ ധാരണ പുറത്ത് അത്തരമൊരു നീക്കങ്ങൾ സംസ്ഥാനത്തെ 14 ജില്ലാ കമ്മിറ്റികളിൽ 12 ജില്ലാ കമ്മിറ്റികളും ഇത്തരത്തിൽ LDF-ലേക്ക് പോകണം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. സംസ്ഥാന നേതൃത്വത്തിലെ ഭൂരിഭാഗം പേരും അത്തരമൊരു നീക്കത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ചുരുക്കം ചിലർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലെ KP മോഹൻ, മനയത്ത് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ചുരുക്കം ചിലരുടെ എതിർപ്പ് മൂലമാണ് അത്തരമൊരു നീക്കം നടക്കാതെ പോയിരുന്നത്. ഇതും പാർട്ടിക്ക് വലിയ രീതിയിൽ ക്ഷീണം ചെയ്തു എന്നാണ് പൊതുവിൽ യോഗത്തിൽ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. അതുപോലെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും നേരത്തെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായിരുന്ന വടകരയിലെ സ്ഥാനാർത്ഥി കൂടിയായ മനയത്ത് ചന്ദ്രന്റെ രാജി സംസ്ഥാന അധ്യക്ഷൻ MP വീരേന്ദ്രകുമാർ എഴുതി വാങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ പുതിയ ജില്ലാ പ്രസിഡന്റിനെ തീരുമാനിച്ചേക്കുമെന്നും അറിയുന്നു. അരുൺ. PV കുട്ടൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത്. മധ്യവേനൽ അവധി കഴിഞ്ഞ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നപ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തിയത്. കുട്ടികളെ വരവേൽക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശന ഉത്സവം സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ പ്രവേശന ഉത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് നിർവഹിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂർ നിലവിൽ ചേരുന്നുണ്ട്. സുനിൽ, ആലസ്യങ്ങളും ആരവങ്ങളും നിറഞ്ഞ സ്കൂൾ അവധി ദിനങ്ങൾ അവസാനിച്ചു. ഇനിയിപ്പോൾ ആശങ്കയുടെ 10 മണി ബെല്ലിലേക്കാണ് കുട്ടികൾ പ്രവേശിച്ചിരിക്കുന്നത്. അതിനുമപ്പുറം വളരെ ഗൗരവതരമായ ഒരു വിദ്യാഭ്യാസ വർഷം കൂടിയാണ് വരാനുള്ളത്. കാരണം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച പാഠപുസ്തകങ്ങളുടേതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ നിലനിന്നിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ എന്താണ് പറഞ്ഞത്? പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്താണ്? അതിൽ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. സംസ്ഥാനതല ഉദ്ഘാടനം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് നിർവഹിച്ചത്. അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ തവണ ഉണ്ടായ അപാകതകളൊന്നും തന്നെ ഇത്തവണ ഉണ്ടാവുകയില്ല. അതിനുവേണ്ട മുൻകരുതൽ നടപടിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് തന്നെ ഈ മാസം 15 തന്നെ എല്ലാ സ്കൂളുകളിലും എത്തിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിന്റെ വിദ്യാഭ്യാസം മാതൃക എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും അത്തരത്തിൽ മാതൃകയാക്കാവുന്ന തരത്തിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് മറ്റെല്ലാ സ്കൂളുകളിലും കുട്ടികളെ വരവേൽക്കുന്നതിന് വിപുലമായ രീതിയിൽ തന്നെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. സുനിൽ അരുമാനൂർ, തിരുവനന്തപുരത്ത് നിന്ന്. പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുക, ശക്തിപ്പെടുത്തുക, കൂടുതൽ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിലൂടെയും വികസിപ്പിക്കുന്നതിലൂടെയും കേരളത്തിൻ്റെ എല്ലാ മേഖലകളുടെയും വളർച്ച പരസ്പര പൂരകമായി നടക്കും എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുകയാണ്. സംസ്ഥാന മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക അല്പസമയത്തിനകം പ്രസിദ്ധീകരിക്കും. സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്ക് റാങ്ക് പട്ടിക കൈമാറും. www.cee.kerala.government.in
എന്ന വെബ്സൈറ്റിൽ റാങ്ക് പട്ടിക ലഭിക്കും. സർക്കാർ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ മെറിറ്റ് സീറ്റുകളിൽ ഈ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. പൊതുജനത്തിന് ഇടിത്തിയായി പാചകവാതക പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 23 രൂപയും വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 38 രൂപയുമാണ് കൂട്ടിയത്. പെട്രോൾ ലിറ്ററിന് 2 രൂപയും 2 രൂപ 58 പൈസയും ഡീസലിന് 2 രൂപ 26 പൈസയുമാണ് കൂട്ടിയത്. തന്റെ ജീവന് കോൺഗ്രസ് നേതാവിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയുടെ അച്ഛൻ പാപ്പു ജോമോൻ പുത്തൻപുരയ്ക്കലിനെ എതിരെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച പരാതി നൽകിച്ചതാണ് എന്നും പരാതി പിൻവലിക്കുമെന്നും അദ്ദേഹം പീപ്പിൾ ടിവിയോട് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് PP തങ്കച്ചനെതിരെ പരാതി നൽകിയ ജോമോൻ പുത്തൻപുരയ്ക്കലിനെ തനിക്കറിയില്ല. തന്നെ ചതിച്ച് കോൺഗ്രസ് നേതാവ് സുനിലും പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദും ചേർന്നാണ് ജോമോനെതിരെ പരാതി നൽകിയത്. എൻ്റെ വാർഡ് മെമ്പർ സുനിൽ, എൻ്റെ വാർഡ് 1-ാം വാർഡിൽ വാർഡ് മെമ്പർ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് ജയിച്ചവൻ, എൻ്റെ വീടിൻ്റെ പാടത്തിന് അക്കരെയുള്ള ഒരു വിനോദം, ഞാൻ സർക്കിൾ ബസ് ഡ്രൈവറാണെന്നോ അവിടെ പോലീസാണെന്നാലും ഇവർ രണ്ടുപേരും വന്ന് എന്നോട് പറഞ്ഞു, പാപ്പച്ചേട്ടാ ഈ ജോമോനെതിരെ ഒരു പരാതി കൊടുക്കണം. ഐജിനെ പോയി കണ്ടു, പരാതി കൊടുത്തു. തിരിച്ചു വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 1000 രൂപ കൊടുത്തതായിട്ടാണ് സുനിൽ. 1000 രൂപ തന്നപ്പോൾ ഒരു ചായ പോലും തരാത്ത വ്യക്തി, ഈ സംഭവത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താത്ത വ്യക്തി 1000 രൂപ തന്നപ്പോൾ എനിക്ക് ഡൗട്ടായി. ഇപ്പോൾ കള്ളത്തരം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ചതിക്കപ്പെട്ടുവെന്ന് തുറന്നു പറഞ്ഞതാണ് ജീവന് ഭീഷണിക്ക് കാരണമെന്നും പാപ്പു പറയുന്നു. എന്നെ നിർബന്ധിച്ച് പറഞ്ഞല്ലേ ഞാൻ അത് ഒപ്പിട്ട് കൊടുത്തത്. അതാണ് ഇവർക്ക് എന്നോട് ദേഷ്യം. ഞാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞാലാണ് ഇവർക്ക് എന്നോട് ഇവർ അന്വേഷിച്ച് എടുക്കണത്. അതെനിക്കിപ്പോഴും പേടിയാതാ. എനിക്ക് ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരായ പരാതി പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു. ജോമോൻ പുത്തൻപുരയ്ക്കൽ നേരിട്ടൊന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പരാതി പിൻവലിക്കും. കാരണം എൻ്റെ മകളുടെ കേസ് കഴിക്കാനാണല്ലോ അയാൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോൾ അയാളെ ഒതുക്കിയത് എന്നെക്കൊണ്ടല്ലേ. തങ്കച്ചനെതിരായ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ പരാതി മറികടക്കാൻ കോൺഗ്രസ് നേതാവും പോലീസ് ഉദ്യോഗസ്ഥനും ഇടപെട്ടു എന്നത് ദുരൂഹമാണ്. ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകാത്തത് കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കുന്നു. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. മുതിർന്ന CPIM നേതാവ് VS അച്യുതാനന്ദൻ ഔദ്യോഗിക വസതിയായിരുന്ന കന്റോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു. രാവിലെ 11 മണിയോടെ വാടക വീട്ടിലേക്ക് താമസം മാറ്റി. തിരുവനന്തപുരം തമ്പുരാൻ മുക്കിലേക്കാണ് താമസം മാറ്റിയത്. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് VS പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. സംസ്ഥാന പോലീസ് മേധാവിയായി ലോക്നാഥ് ബെഹ്റ ഇന്ന് ചുമതലയേൽക്കും. ഫയർഫോഴ്സ് മേധാവിയായിരുന്ന ബെഹ്റ ക്രമസമാധാന ചുമതലയുള്ള DGP-ആയാണ് ചുമതലയേൽക്കുന്നത്. സ്ഥാനമൊഴിയുന്ന TP സെൻകുമാർ പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ CMD സ്ഥാനത്തേക്ക് ചുമതലപ്പെടുത്തിയെങ്കിലും അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് പോലീസിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന ബാറ്റൺ കൈമാറ്റ ചടങ്ങ് ഉണ്ടായേക്കില്ല. ജിഷ വധക്കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് IG മഹിപാൽ യാദവ് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജിഷ വധക്കേസിൽ മുൻ അന്വേഷണ സംഘം നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണം എന്ന പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി ഇന്നലെ വിസമ്മതിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ അതോറിറ്റി മുൻപാകെ നേരിട്ട് ഹാജരാകുകയായിരുന്നു ഉചിതമെന്നും കോടതി പറഞ്ഞിരുന്നു. ജിഷ വധക്കേസ് അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പെരുമ്പാവൂർ സ്വദേശി അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണ സംഘത്തോട് അതോറിറ്റി മുൻപാകെ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പരാതി പരിഗണിക്കാൻ അതോറിറ്റിക്ക് അധികാരമില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി IG ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കൊല്ലം ഇരവിപുരത്ത് തീരസംരക്ഷണത്തിന് നിർമ്മിച്ച ചെറു പുലിമുട്ട് തകർന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് പുലിമുട്ട് തകരാൻ കാരണമെന്ന് തീരവാസികൾ പറയുന്നു. അതേസമയം കൊല്ലം ബീച്ചിൽ കടൽക്കയറ്റം ശക്തമായതിനെ തുടർന്ന് വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം കാക്കത്തോപ്പ് മുതൽ താന്നി വരെയുള്ള തീരസംരക്ഷണം ലക്ഷ്യമിട്ട് മദ്രാസ് IIT-യുടെ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ VS സർക്കാരിന്റെ കാലത്ത് ചെറുപുലിമുട്ടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ നിർമ്മാണം എങ്ങും എത്തിയില്ലെന്ന് മാത്രമല്ല അശാസ്ത്രീയമായി നിർമ്മിച്ച പുലിമുട്ടുകൾ തകർന്നു. വീടുകളുടെ അസ്ഥിവാരത്തിന് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത പാറക്കഷ്ണങ്ങൾ കൊണ്ടാണ് പുലിമുട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ചൂണ്ടിക്കാട്ടി. ഓൾറെഡി തുടങ്ങിയില്ല, അതിനു മുമ്പ് തന്നെ പുലിമുട്ട് പാതിയും പോയി.
അത് ഈ 1/2 കിലോ 3/4 കിലോ പാറ വെയിറ്റുള്ള പാറ ഇവിടെ കൊണ്ടിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. വീട്ടിന് അടിസ്ഥാന ഘടന പോലും ഈ സൈസ് പാറയൊന്നും കൊണ്ടിട്ട് കെട്ടത്തില്ല ആൾക്കാർ. അത്രയ്ക്ക് ചെറിയ കല്ലുകളാണ് കൊണ്ടിട്ട് അടിസ്ഥാനം കെട്ടിയിരിക്കുന്നത്. കല്ല് വളരെ ചെറുതായി പോയി. കല്ല് ഏറ്റവും ഭീമമായ കല്ലടിക്കെങ്കിലും ഈ മുട്ടെന്ന് പറയുന്ന സാധനം ഇവിടെ ഇരിക്കും. പഠിക്കുന്ന ഞങ്ങളെ പൊടി മക്കളെയും പറക്കിക്കെട്ട് ഞങ്ങൾക്ക് പോകാൻ ഒരു വഴിയുമില്ല. സർക്കാർ തരുന്ന ഫ്ലാറ്റിൽ പോകാനും ഒക്കത്തില്ല. പൊട്ടി ഒഴിക്കുന്ന ഫ്ലാറ്റിൽ എങ്ങനെ പോകും ഞങ്ങൾ? ഈ ചെറു പുലിമുട്ടുകളെന്ന് പറഞ്ഞ് ഇവിടെ ചെറു പുലിമുട്ടുകൾ ഇടുന്നുണ്ട്. വെറും നിസ്സാരമായ ചെറിയ കല്ലുകൾ കൊണ്ട് ഈ അടിക്കുന്ന തിരുമാലകളെ പോലും നിഷ്പ്രയാസത്തിൽ അത് വെറും പേപ്പർ കഷ്ണങ്ങൾ പോലെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 കിലോമീറ്റർ വരെയുള്ള തീരം പോലും സംരക്ഷിക്കാൻ ഇന്നത്തെ ശാസ്ത്രലോകം വികസിച്ചിട്ടില്ലേ എന്നാണ് തീരവാസികൾ ചോദിക്കുന്നത്. അതേസമയം കടൽ കയറ്റം ശക്തമായതിനെ തുടർന്ന് കൊല്ലം ബീച്ചിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ആഗോളതാപനവും മറ്റു പ്രശ്നങ്ങളും കാരണം സമുദ്രത്തിന്റെ ജലനിരപ്പ് കൂടി വരികയും കടലാക്രമണം രൂക്ഷമാവുകയും കേരളത്തിന്റെ തീരം ചെറുതായി വരികയും ചെയ്യുന്നു. ഒപ്പം തീരവാസികളുടെ ആശങ്കയും കൂടുന്നു. കൊല്ലത്ത് നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. വയനാട് ജില്ലാ ഖാസിയായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ നവമാധ്യമത്തിലൂടെ മോശമായി ചിത്രീകരിച്ചുവെന്ന് കാണിച്ച് യുവാവിനും കുടുംബത്തിനും പള്ളി കമ്മിറ്റിയുടെ ഊരുവിലക്ക് എന്ന ആക്ഷേപം. വയനാട് അമ്പലവയൽ ആനപ്പാറ കൂരിമണ്ണിൽ മേലെ മണ്ണിൽ ലബീബിനും കുടുംബത്തിനും കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലബീബ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ഫോട്ടോയാണ് ഊരുവിലക്കെന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് BJP കൂട്ടുകെട്ട് പരാമർശിക്കുന്ന പോസ്റ്റ് ജില്ലാ ഖാസിയായ ഹൈദരലി തങ്ങളെ അപമാനിക്കുന്ന രീതിയിലാണെന്ന് കാണിച്ച ഗിദാമത്തുൽ ഇസ്ലാം സംഘം ആനപ്പാറ ജുമാ മസ്ജിദ് കമ്മിറ്റി ലബീബിന് അയച്ച കത്താണിത്. വീട്ടിൽ നടക്കുന്ന കല്യാണമോ മറ്റ് പ്രധാന പരിപാടികളിലോ പങ്കെടുക്കില്ലെന്നാണ് കത്തിൽ പറയുന്നത്. നമുക്ക് നാട്ടിൽ വർക്ക് ചെയ്യാൻ പരിമിതി ഉണ്ട്. എൻ്റെ ജോലി സംബന്ധമായി ഞാൻ കർണാടകയിലാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടാകുന്ന പാർട്ടി പ്രവർത്തനം ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെ നടത്തുന്ന വ്യക്തിയാണ് ഞാൻ. അത് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ കോലീബി സഖ്യത്തിനെ തുറന്ന് കാണിക്കാൻ വേണ്ടി ഏതോ ഒന്നോ കമൻറ്റ് ഉണ്ടായപ്പോൾ അതിലിട്ട ഫോട്ടോയാണിത്. അത് ഞാൻ എഡിറ്റ് ചെയ്ത് മോർഫ് ചെയ്തുണ്ടാക്കിയ ഫോട്ടോ അല്ല, നെറ്റിലും ഫേസ്ബുക്കിലും പ്രചരിക്കുന്ന ഫോട്ടോയാണ്. ലബീബിന്റെ വീട്ടിൽ നടന്ന കല്യാണത്തിൽ ഇവർ പങ്കെടുത്തുമില്ല. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പള്ളിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ലബീബിന്റെ കുടുംബം എത്തിയില്ലെന്നും ഇതേ തുടർന്നാണ് കത്തയച്ചതെന്നും മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മറ്റ് മഹലുകളിൽ നിന്നും ഞങ്ങൾക്ക് ഒരു അഭിപ്രായങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വിളിച്ച്. നിങ്ങൾ വരാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിന് നിങ്ങളെ വീട്ടിൽ നടക്കുന്ന ഇപ്പോൾ വീട്ടിൽ കൂടൽ അതുപോലെ തന്നെ കല്യാണം എന്നുള്ളവർക്ക് ഞങ്ങളെ ഈ മഹല്ല് കമ്മിറ്റിയും ഈ പള്ളിയിലുള്ള സ്റ്റാഫുകളും നിങ്ങൾ പങ്കാളിത്തം ഉണ്ടാവില്ല എന്ന് ഞങ്ങളതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മസ്ജിദ് കമ്മിറ്റി തീരുമാനത്തിനെതിരെ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് ലബീബിന്റെ കുടുംബം. ന്യൂസ് ബ്യൂറോ, വയനാട്. വയനാട് വന്യജീവി സങ്കേതത്തിൽ നടത്തിയ തുമ്പി സർവേയിൽ 73 ഇനം തുമ്പികളെ കണ്ടെത്തി. വയനാട് വന്യജീവി സങ്കേതം, മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് 3 ദിവസങ്ങളിലായി സർവേ നടന്നത്. 5 പുതിയ ഇനങ്ങളെ കൂടി ഇത്തവണ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ജൈവമണ്ഡലത്തിന്റെ പാരിസ്ഥിതികാരോഗ്യ സൂചകങ്ങളാണ് ഈ ജലജന്യ ഷഡ്പദങ്ങൾ. കേരളത്തിലാകെ 154 ഇനം തുമ്പികളെയാണ് ഇതുവരെ കണ്ടെത്തിയത്. വയനാട് മേഖലയിൽ നിന്നു മാത്രം ഇതുവരെ 68 ഇനം തുമ്പികളെ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സർവേ 3 ഇനം തുമ്പികളെ കണ്ടെത്തിയെന്നത് പ്രകൃതിയിൽ നിന്നുള്ള നല്ല വാർത്തയാണ്. ഇതിൽ 13 ഇനവും പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന തുമ്പികളാണ്. നീലച്ചിന്നൻ, കാട്ടുവിരിച്ചിറകൻ, ചെറുവ്യാളി, മരതകരാജൻ, ചതുർവാലൻ കടുവ എന്നിവയെയാണ് വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്ന് പുതുതായി കണ്ടെത്തിയത്. 2 വർഷം മുമ്പ് 2014 ഇതേ സമയത്ത് തന്നെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് മഴ കിട്ടിയ ഉടൻ തന്നെയാണ് സർവേ നടക്കാറുള്ളത്. വയനാട്ടിൽ നമ്മൾ 2014 ഇതേ സമയത്ത് ചെയ്തു. ദെൻ 2015 ആറളം വന്യജീവി സങ്കേതത്തിൽ ചെയ്തു. ഇത് തേർഡ് സർവേ ആണ്. തേർഡ് സർവേയിൽ പിന്നെ ആദ്യത്തെ സർവേയിൽ വയനാട്ടിൽ നമുക്ക് 68 സ്പീഷീസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ സർവേയിൽ 5 പുതിയ അഡീഷൻസ് വന്നു. ദാറ്റ് മീൻസ് 73 സ്പീഷീസ് ആണ് ഇപ്പോൾ ടോട്ടൽ വന്നിട്ടുള്ളത്. വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങ, ബത്തേരി, തോൽപ്പെട്ടി, ചെതലയം റേഞ്ചുകളിലെ 12 ഇടങ്ങളിലായാണ് ഈ തുമ്പി വൈവിധ്യം. കല്ലൻ തുമ്പികളുടെയും സൂചിത്തുമ്പികളുടെയും പട്ടികയിലുള്ളവയാണ് ഇവയിലേറെയും. 2014 ഇതിനു മുൻപ് വയനാട്ടിൽ തുമ്പികളുടെ സർവേ നടന്നത്. അനൂപ് കയാർ, വയനാട്. തൂണേരിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ അന്തിമവാദം ആരംഭിച്ചു. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ സ്പെഷ്യൽ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വാദം നടക്കുന്നത്. 2015 ജനുവരി 22 രാത്രിയാണ് നാദാപുരം തൂണേരിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിനെ മുസ്ലിം ലീഗ് ക്രിമിനൽ സംഘം കുത്തിക്കൊലപ്പെടുത്തിയത്.
രാഷ്ട്രീയവും വർഗീയവുമായ കാരണങ്ങളാലാണ് അക്രമിസംഘം ഷിബിനെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ആയുധങ്ങൾ ശേഖരിച്ച് വ്യക്തമായ ഗൂഢാലോചന നടത്തിയാണ് ഷിബിനെ അക്രമിസംഘം കൊലപ്പെടുത്തിയത്. ശാസ്ത്രീയമായ തെളിവുകൾ കേസന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചിരുന്നു. പ്രതികൾ ധരിച്ചിരുന്ന വസ്ത്രം കത്തിച്ചു കളയാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതിൽ നിന്ന് രക്തത്തിന്റെ പാടുകൾ കണ്ടെത്തിയിരുന്നു. ഷിബിനോടൊപ്പം പരിക്കേറ്റ മറ്റ് 6 പേരുടെയും മൊഴികൾ കേസിൽ നിർണായകമായി. ആകെ 66 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 151 രേഖകളും 55 മുദ്രകളും കോടതി വിചാരണവേളയിൽ പരിശോധിച്ചിരുന്നു. ഷിബിൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും പ്രതികൾ കൊലപാതകത്തിന് ഉപയോഗിച്ച മാരകായുധങ്ങളും നേരത്തെ കോടതി തിരിച്ചറിഞ്ഞിരുന്നു. കേസിൽ വാദം നാളെയും തുടരും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 7 വയസ്സുകാരന്റെ നിലയ്ക്കാത്ത ഛർദിക്ക് കാരണം കണ്ടെത്താനാകാതെ വൈദ്യശാസ്ത്രം. കാസർഗോഡ് വിദ്യാനഗറിലെ മുഹമ്മദ് സിനാനാണ് കഴിഞ്ഞ 2.5 വർഷമായി നിരന്തരം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ചികിത്സാ ചെലവ് താങ്ങാനാവാതെ സിനാന്റെ ദരിദ്ര കുടുംബം വലയുന്നതിനൊപ്പം ഈ ബാലന്റെ സ്കൂൾ വിദ്യാഭ്യാസവും മുടങ്ങി. പുതിയ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ ആരോഗ്യ മേഖല. കഴിഞ്ഞ സർക്കാർ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതിരുന്ന പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ 50-ൽ പരം ഡോക്ടർമാരുടെ ഒഴിവുകളാണ് ഉള്ളത്. മഴക്കാലമായതോടെ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ജില്ലയിലെ ആരോഗ്യ മേഖല. ആ വാർത്തയിലേക്ക് വരാം. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഹരി പങ്കാളികളെ അടക്കം തിരുവനന്തപുരത്ത് സച്ചിൻ തെണ്ടുൽക്കർ പ്രഖ്യാപിക്കുന്നു. തത്സമയം Sir, I would now request you to kindly address the gathering. Namaskaram. Feels fantastic to be back again in Kerala. Thank you very much for the warm reception. Today we are here for a specific reason, and the reason is big enough for everyone to be excited about. I remember after the last season got over, I posted one tweet where I said that next year Kerala Blasters would be a vibrant Kerala Blasters. We've managed to do that off the field. I'll come to that shortly. But before I introduce the co-owners, just a couple of things I would like to say. Last couple of seasons, watching football has been exciting. You know, it's given a new meaning to me what football craze and football fans are all about. I have played cricket for India for 24 years, and I have valued the support that I received from each and every fan of mine. That was something which acted like a tonic for me, that I could go out back again on the field and give my best. Not always I performed well. There were obstacles on number of occasions, and that is what we practice for, you know, to face challenges and then to overcome those challenges and make people smile. I think Kerala Blasters in the first season, we really played well, and we were able to make people smile. Second year was a difficult one, but which is normal, which is absolutely normal in sport. And many guys tried telling me a lot of things, but being a sportsman, I exactly understand how hard the players go out and try. I felt it was the fans who motivated them so that they could go out and give their best. I have no doubt that this season also the fans will stay with the team and make them go out and give their best. I feel when passion and profession, they get together, the results follow. And that is what I believe, because everyone is passionate about football, and there is a lot of planning and thinking going on behind the scenes now. The target is to go out and lift the trophy this season. I want to take this opportunity to introduce the co-owners who are from media and entertainment business
and have been extremely successful. And that's something that I said earlier, that when you hear their names, it's going to bring a smile on your face. I would like to request Mr. Chiranjeevi to walk on stage, please. Can I invite Mr. Nagarjuna, please? Followed by ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നു. പരീക്ഷയ്ക്ക് ലഭിച്ച സ്കോറും തുല്യ അനുപാതത്തിൽ പരിഗണിച്ച് സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയകൾക്ക് വിധേയമാക്കിയായിരിക്കും എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 2016 കേരള എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷ അതിനത്രേ ശബ്ദമുള്ളൂ. ഇപ്പോൾ കുഴപ്പമില്ല. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇത്തവണ ഒരു പ്രത്യേകതയുണ്ടായത്, കേന്ദ്ര ഗവൺമെൻറ് ഒരു കേന്ദ്ര തലത്തിലുള്ള നീറ്റ് എന്ന പേരിൽ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുകയും നീറ്റിൻ്റെ ഭാഗമായിട്ട് ഈ പ്രവേശന പരീക്ഷകൾ വരണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, സ്വകാര്യ സ്വാശ്രയ മേഖലകളിലെ മെറിറ്റ് സീറ്റുകൾ എന്നിവയ്ക്ക് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എൻട്രൻസ് പരീക്ഷ ബാധകമാക്കാമെന്ന് നിർദ്ദേശം തരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പ്രവേശനം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. കുറ്റമറ്റ രീതിയിൽ ആ പ്രവേശനം നടത്താനാവശ്യമായ സംവിധാനങ്ങൾ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എൻട്രൻസ് എക്സാമിനേഷനിൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് 5 സ്ഥാനങ്ങളാണല്ലേ, 5 സ്ഥാനങ്ങൾ വരെയാണ്, 10 സ്ഥാനങ്ങൾ വരെ ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഇതിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് മുഹമ്മദ് മുനവ്വിർ വി, ബൈത്തുസലാം, കോഴിയോട്, കണ്ണൂർ, കേരള. മുഹമ്മദ് മുനവ്വിർ വി എന്ന വിദ്യാർത്ഥിയാണ് 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത്. 2ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് ലക്ഷിൻ ദേവ് ബി. ഇദ്ദേഹം അടയാർ, ചെന്നൈ ആണ് അഡ്രസ്സ്. തമിഴ്നാടുകാരനാണ്. 2ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത്. ട്രിവാൻഡ്രംകാരനാണ്. തമിഴ്നാട്, അഡ്രസ്സ് തമിഴ്നാട് ബേസ്ഡാണ്. ലക്ഷിൻ ദേവ് ബി. 3ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് ബെൻസൺ ജെയ്ക്ക് എൽദോ, എറണാകുളം ആണ് 3ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത്. ബെൻസൺ ജെയ്ക്ക് എൽദോ. 4ാം റാങ്ക് റമീസ ജഹാൻ എം സി, മലപ്പുറം. 5ാം റാങ്ക് കെവിൻ ജോയ് പുല്ലൂക്കര,
തൃശ്ശൂർ ഡിസ്ട്രിക്ട് കേരള, കെവിൻ ജോയ് പുല്ലൂക്കര. 6ാമത്തെ റാങ്ക് അജയ് എസ് നായർ അമ്പാടി തൃപ്പൂണിത്തറ എറണാകുളം, അജയ് എസ് നായർ. 7ാം റാങ്ക് ആസിഫ് അബാൻ കെ മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്, ആസിഫ് അബാൻ കെ. 8ാം റാങ്ക് ഹരികൃഷ്ണൻ കെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റാണ്, ഹരികൃഷ്ണൻ കെ. 9ാം റാങ്ക് അലീന അഗസ്റ്റിൻ കോട്ടയം ഡിസ്ട്രിക്റ്റ്, അലീന അഗസ്റ്റിൻ. 10ാം റാങ്ക് നിഹല എ മലപ്പുറം ഡിസ്ട്രിക്റ്റ്, നിഹല എ. 10 റാങ്കുകളാണ് ഇവിടെ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത്. ഏതാണ്? SC കാറ്റഗറിയിലെ 1ഉം 2ഉം റാങ്കുകൾ ഇവിടെ പറയുന്നത്. SC കാറ്റഗറിയിൽ 1ാം റാങ്ക് ബിബിൻ ജി രാജ് തിരുവനന്തപുരം, ബിബിൻ ജി രാജ്. 2ാം റാങ്ക് അരവിന്ദ് രാജൻ തൃശ്ശൂർ, അരവിന്ദ് രാജൻ. ST കാറ്റഗറിയിലെ 2nd റാങ്ക്, 1ാം റാങ്ക് റിസൾട്ട് വിത്ത് ഹെൽപ്പ് വെരിഫിക്കേഷന് വേണ്ടി വെച്ചിരിക്കുകയാണ് 1ാം റാങ്കിൻ്റെത്. 2ാം റാങ്ക് മേഘന വി കാസർഗോഡ് കേരള, മേഘന വി. ഇതെന്താ? അത്രയല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും റാങ്കുകളാണ് ഇവിടെ പ്രസിദ്ധപ്പെടുത്താനുള്ളത്. അല്ല, നമുക്ക് തന്നിരിക്കുന്ന അഡ്രസ്സ് അതാണ്. ഇയാൾ ട്രിവാൻഡ്രം സെൻറ്റർ വെച്ച് എഴുതിയാണ്, മലയാളിയാണ്. അടയാർ അഡ്രസ്സാണ് തന്നിരിക്കുന്നത്. അയാളെ കിട്ടുന്നില്ലല്ലോ. രണ്ടാമത്തെ നോക്കി. അതെ, അങ്ങനെ നമുക്കുള്ള ഷെഡ്യൂൾ. എഞ്ചിനീയറിംഗിൽ ജൂൺ 30 മുമ്പ് ജൂലൈ 10 ഒന്ന് സെക്കൻഡ്, അടുത്തത് ജൂലൈ 20. ജൂലൈ 20. പിന്നെ ഏതെങ്കിലും സീറ്റ് അവധി വേക്കൻ്റ് വരികയാണെങ്കിൽ ആഗസ്റ്റ് 15 മുമ്പ് അത് ഫില്ല് ചെയ്യാം. മെഡിക്കലിൻ്റെ ആഗസ്റ്റ് ലാസ്റ്റാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നീറ്റിൻ്റെ പരീക്ഷ ജൂലൈ 24 അപ്പോൾ അത് വീണ്ടും റീഷെഡ്യൂൾ ആവാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇതനുസരിച്ച് പോകണം. നീറ്റ് ലിസ്റ്റ് ഒന്നും നമ്മുടെ ഗവൺമെൻറ് കോളേജിലേക്ക് അതിനവർ പറയുമോ? സംസ്ഥാനം മാത്രം. അതേസമയത്ത് സെൽഫ് ഫിനാൻസിങ്ങിൽ മാനേജ്മെൻറ്റ് സീറ്റ് നീറ്റുന്നതായിരിക്കും. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ലിസ്റ്റ് നമുക്ക് തരും. ആ ലിസ്റ്റിൽ നിന്ന് മാനേജ്മെൻറ്റ് ഫില്ലപ്പ് ചെയ്യും. നമ്മുടെ സംസ്ഥാന അലവൻസ് എഴുതിയ കുട്ടികളെ നീറ്റ് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും എഴുതിയിട്ടുണ്ട്. 90% എഴുതിയിട്ടുണ്ട്. അവർക്ക് ഏതാണോ ബെനിഫിറ്റ് അതനുസരിച്ച് പോകും. പരമേശ്വരൻ പ്രഖ്യാപിക്കുന്നത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആണ് മെഡിക്കൽ എൻട്രൻസ് പ്രവേശന പരീക്ഷാ ഫലം നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1ാം റാങ്ക് കണ്ണൂർ സ്വദേശി മുഹമ്മദ് മുനവറിനാണ്. 2ാം റാങ്ക് ലക്ഷ്മൺ. മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക തന്നെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ MBBS BDS സീറ്റിലേക്കും സ്വാശ്രയ സ്വകാര്യ കോളേജുകളിലെ സർക്കാർ സീറ്റിലേക്കും ഈ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നൽകുക. ഈ കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാകും. എന്നാൽ പ്രവേശനം
നൽകുന്നത്. മറ്റ് മെഡിക്കൽ ശാഖകളിലെ കോഴ്സുകൾ, അതായത് അഗ്രികൾച്ചർ, വെറ്ററിനറി, ഫിഷറീസ് തുടങ്ങിയ കോഴ്സുകളിലെ മെഡിക്കൽ റാങ്ക് പട്ടിക തന്നെയാണ് പ്രവേശന പരീക്ഷ. പ്രവേശനത്തിനുള്ള മാനദണ്ഡം എഞ്ചിനീയറിംഗിന് +2 പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് വിഷയങ്ങൾ ലഭിച്ച മാർക്ക് കൂടി കണക്കാക്കുന്നതിനാൽ അതിന്റെ റാങ്ക് പട്ടിക വൈകും. കോഴ്സുകൾ അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്ററിനറി അതിനെല്ലാം ഒരു പരീക്ഷ നടത്തേണ്ടി വരുമായിരിക്കും. പക്ഷേ അതിപ്പോൾ തീരുമാനിച്ചില്ല. ഈ വർഷം ആവശ്യമില്ലല്ലോ, അടുത്ത വർഷം അതിനെക്കുറിച്ച് ആലോചിക്കും. ഞങ്ങളുടെ പ്രതി KG ദിനകർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ദിനകർ, മെഡിക്കൽ പ്രവേശന ഫലം നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാണ് ആ റാങ്കിന്റെ ക്രമീകരണം, എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? അരുൺ, കേരള മെഡിക്കൽ പ്രവേശന പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജയ്ക്ക് നൽകിക്കൊണ്ടാണ് ഫലം പ്രഖ്യാപിച്ചത്. കേരളത്തിലെ 347, ഡൽഹിയിലെ 2, മുംബൈ, ദുബായ് എന്നിവിടങ്ങളിൽ ഓരോ കേന്ദ്രങ്ങളിലുമായി 2016 ഏപ്രിൽ ഏതാണ്ട് 1,16,647 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ മെഡിക്കൽ വിഭാഗത്തിൽ 1,04,787 പേരാണ് യോഗ്യത നേടിയിരിക്കുന്നത്. ഒന്നാം റാങ്ക് കണ്ണൂർ സ്വദേശി മുഹമ്മദ് മുനവർ VV, രണ്ടാം റാങ്ക് ലക്ഷ്മിൻ ദേവ് B. വ്യക്തമാണ് ദിനകർ. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഹരി ഉടമകളെ, പങ്കാളികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. തെലുങ്ക് സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവി, ഒപ്പം നാഗാർജുന അടക്കമുള്ളവരുണ്ട്. ഇപ്പോൾ നാഗാർജുന അദ്ദേഹം സംസാരിക്കുന്നു. We have two blasters, the Kerala Blaster and Master Blaster right here, and what an honor to be a part of them. And I thank you Kerala, and thank you Sachin, thank you Prasad Garu, thank you Chiranjeevi Garu, and thank you Arvind Garu for letting me be a part of this. Thank you. Thank you very much, sir. We have Mr. Allu Aravind here, is a famous Telugu film producer and distributor. He produces films at the banner Geeta Arts. He has mostly made films with his brother-in-law, Mr. Chiranjeevi. He is also involved with development work in the entertainment industry in Andhra Pradesh. I would request Mr. Allu Aravind to speak a few words on this occasion. Good afternoon, everyone. How these connections with Maharashtra, Tamil Nadu. I've always been Buddhist. When I want to take a break, the best place to take a break. There I stopped it. I've been thinking, like, when this opportunity has come, it was, on the day when the opportunity has come, it excited me on few more things, like I'm going to connect to one of the best states of our south this way. And filmmaking is always an adrenaline rush, and whenever I see football, it is also an adrenaline rush. Probably in my personality, an adrenaline rush liking is there. And when our team leader in MaTV, when he proposed this, it was such an excitement. We did not think about the rest of the business. We thought we should follow. And the biggest attraction is how many would get a chance to have a partner like this legend. I am so excited, and we are here to encourage the game, bring in that are there in the rural sites, and the team has an excellent, they have a vision to identify those talents and make around 100 best footballers from Kerala in the next 5 years. This is what they have been thinking. All those things, there are a lot of things that they are planning. This is not the platform to share. But all those things excites me that this Kerala Blasters is going to blast like anything. Thank you for the opportunity, particularly
to Mr. Prasad and to Mr. Sachin. Thank you. Thank you, sir. Mr. Prasad, an Indian industrialist and philanthropist from Andhra Pradesh, is here. As mentioned by Chiranjeevi Garu, Mr. Prasad has been an integral part of the turnaround for approximately 2,500 crore rupees. He also has diverse business interests across healthcare and entertainment domains. Mr. Prasad, over to you, sir. Namaskaram. Like all of you, even I am excited. I'm excited principally for two reasons. It's also sort of a homecoming for me. Not many know my very first job 30 years back. Kerala was my first on-job training, and I spent a lot of time in Kochi. I used to stay in Kochi and then go on a ferry to Wellington Island for more than 6 months to get myself trained. So I have very fond memories of traveling from Kochi to Shetale to McDowell. So there's a lot of fond memories. That was my first job. Then in my at least 2 jobs, I used to take his blessings. And my team members here, when we were discussing from yesterday, they all came with a lot of fond memories and very unique. Nagarjuna already shared his experience. So is Mr. Chiranjeevi Garu. So many of you probably will remember, if you're an ardent cricket fan, 2 of his man of the match awards, actually he didn't win for batting, but for his bowling. So that is what his fond memory with Kerala in his cricket days. And Mr. Allu's son, Arjun, I think he is after Telugu, that is in Andhra Pradesh. He is very famous in Kerala. Most of his movies have been released. I was told that he's called Mallu Arjun. So we all have very fond memories. I think these fond memories really make me very excited. And the second is, when I first came, I wanted to understand why Kerala is such a happy state and very... ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സഹ ഓഹരി ഉടമകളെ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുകയായിരുന്നു സച്ചിൻ തെണ്ടുൽക്കർ. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിലവിൽ കണ്ടത്. തെലുങ്ക് ചലച്ചിത്ര നടന്മാരായ ചിരഞ്ജീവി, നാഗാർജുന എന്നിവർ, ഒപ്പം അല്ലു അരവിന്ദ്, വ്യവസായി നിഗമാനന്ദ പ്രസാദ് അടക്കമുള്ളവർ ഉണ്ടായിരുന്നു.